ഗുഡ് മോർണിംഗ് സാർ. ബ്രോ ഞങ്ങൾക്ക് ഈ XMR ഡീറ്റെയിൽസ് ഒന്ന് അറിയാനായിട്ടായിരുന്നേ. അതിനെന്താ വരണം സാർ, നമുക്ക് അതോടിരിക്കാം. ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. സാർ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന്റെ ഓപ്ഷൻ ഇല്ല കേട്ടോ. വണ്ടി ഓടിച്ച് നോക്കാൻ ഞങ്ങൾ എങ്ങനെ എടുക്കും? വണ്ടി പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാർ. അല്ല ഈ വണ്ടി എടുത്ത് ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഓട്ടിച്ച് നോക്കാൻ വേണ്ടി? അങ്ങനെ ആരും ഇല്ല സാർ. അങ്ങനെ വണ്ടി ആർക്കെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് കൊടുത്താലല്ലേ ഓടിച്ച് നോക്കി അവർ വണ്ടി എടുക്കുള്ളൂ. കൊടുക്കാതെ എങ്ങനെ ആൾക്കാർ വണ്ടി എടുക്കും? അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടാ. ചോദിച്ചോളൂ സാർ. അത് ഈ വണ്ടി ഞങ്ങൾ ക്യാഷ് കൊടുത്ത് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലേ വണ്ടി തിരിച്ചു തന്ന ക്യാഷ് തിരിച്ചു തരും? അയ്യോ, ആ ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല സാർ. കാര്യം ചെയ്യാം, എന്റെ ഇരിക്കുന്ന പൈസ അഭിലാഷിന് കൊടുത്തിട്ട് അവന്റെ വണ്ടിക്ക് വാങ്ങിക്കാം. അവൻ വണ്ടി വിൽക്കാൻ വെച്ചേക്കാം. ആ ഒട്ടാ വണ്ടിയുടെ മേളിൽ കയറിയിട്ട് നിനക്ക് ഇത്ര ആഗ്രഹം? അതിനേക്കാളും നല്ലത് KTM-ന്റെ ഡക്ക് എടുത്ത്. വേണ്ട വേണ്ട, അത് കാലനിലേക്കുള്ള ദൂരം കുറയ്ക്കുന്ന വണ്ടിയാണ്. നമുക്ക് കുറച്ചാളും കൂടെ ജീവിക്കണം. നോക്കടാ, ആഷിക് റോട്ടിൽ കൂടെ എഴഞ്ഞു പോകും. അത് എഴഞ്ഞു പോണല്ല, 6-15 മറ്റേ വണ്ടിയില്ല, അതിൽ കയറി പോണേണ്. ഇറങ്ങളാ. അതിന് നീ ഇവിടെ നിർത്തി എന്തിന്? ഈ രണ്ട് കൈയും ഇവിടെ ഇത്രയും നടുവും ഭയങ്കര പിടുത്തം. ഞാൻ അപ്പോഴേ പറഞ്ഞു വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ. ഇതിപ്പോ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിച്ച അവസ്ഥയല്ല. പൈസ കൊടുത്ത് കഴിക്കുന്ന പട്ടിയെ മാറ്റി കാര്യങ്ങളെല്ലാം വെച്ചെന്ന് പറ. ഇറങ്ങടാ. അളിയ ഇത് നിർത്തി 2 നേരത്തായി. അളിയ ഇതിനെക്കാട്ടി നല്ലതേ വണ്ടി വല്ല പിക്കപ്പിലും കയറ്റി കമ്പനി മുക്കിൽ ഇറക്കാൻ പറഞ്ഞാലാ. എന്നിട്ട് അടുത്ത പറഞ്ഞ ബസ്സിൽ കയറി നമുക്ക് കമ്പനി മുക്കിൽ അങ്ങ് ഇറങ്ങാം. നീ പിക്കപ്പിന്റെ പൈസ നിന്റെ അച്ഛൻ കൊടുക്കും. ഇതിനെ കൊണ്ട് കളഞ്ഞ പൈസ ഉണ്ടായാൽ നിനക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് എടുത്ത് വീട്ടിൽ അരിയെങ്കിലും വാങ്ങിക്കാറുണ്ട് അളിയ. ഇറങ്ങി, എനിക്ക് ഇനി ഓട്ടിക്കാൻ വയ്യ, നീ ഓട്ടി, ഞാൻ പിറകിരിക്കാം. ഇത് പിറകിരിക്കാൻ കൊള്ളാം കേട്ടാ. ഇവിടെ ശംഖുമുഖം വരെ കാണാം.